വിഘ്നേശ്വര മഹാഗണപതേ ക്ഷമിക്കണം. അങ്ങയെ ഈ സ്റ്റേഷന്റെ വാതിക്കൽ കൊണ്ടുവരേണ്ടി വന്നതിൽ ക്ഷമിക്കണം. വിഘ്നേശ്വര, എന്താണോ എല്ലാരും ബോൾട്ട് വിഴിഞ്ഞ പോലെ തെയ്യം തിറ ചെണ്ട താളമേളങ്ങളൊക്കെ സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റി. ആനയെ കയറ്റണോ സാർ? ആനയെ കയറ്റിയ സ്റ്റേഷന്റെ അണ്ടോറ് കീറിപ്പോടോ. ആ മതി മതി ചിരിക്കണ്ട, ഇറങ്ങടോ. ചെണ്ട മണ്ടേല് മുട്ടണ്ട. ആ പോട്ടെ പോട്ടെ പോ. ഒന്ന് വേഗം നടക്കടോ പൊന്നാരനെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഒന്ന് വേഗം നടക്കടോ. അങ്ങട് തോന്നിയാസം കാണിക്കല്ലേ സാറേ? രാവിലെ മുഹൂർത്തത്തിന് വേലയ്ക്ക് കൊടിയേറാനുള്ളതാ. ഇവരെയൊക്കെ ഇവിടെ കൊണ്ടിരുത്തിയിരുന്നാൽ അതെങ്ങനെ നടക്കും? ഞാനാ കൊണ്ടുവന്നത്. ഒരു കേസ് ഉണ്ടായാൽ ഇതൊക്കെ സംഭവിക്കും. എടോ, ആദ്യം തെക്കും വടക്കും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലെത്ത്, എന്നിട്ടാകാം വേലയും പൂരവും ഒക്കെ. കേട്ടോ പറമ്പത്ത് രാജു? ഞങ്ങൾ സമാധാനപരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കെട്ടുകാഴ്ചക്കിടയിലാ ആ കുമ്മത്ത് കൈമളിന്റെ ആൾക്കാർ പന്നിപ്പടക്കം പറഞ്ഞത്. അതല്ലേ അടിക്കും മടക്കിനും കാരണമായത്. പന്നിയാണോ പോർക്കാണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇയാളിതെവിടെ പോയി? എടോ ഉടക്കേ. എന്നെ ഉടക്കേന്ന് വിളിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ എനിക്ക് ഒന്നാം തരം ഒരു പേരിട്ടിട്ടുണ്ട്, രവീന്ദ്രൻ. തന്നെ ഞാൻ ഉടക്കേന്നേ വിളിക്കുള്ളൂ. ഒന്നും വിളിക്കാതിരിക്കാവോ? എന്തിനാ ഇപ്പൊ ഈ രവീന്ദ്രനെ ഇങ്ങോട്ട് വിളിച്ചേ? അത് പറ. ചിറക്കോട്ടുകാവ് തെക്കുംഭാഗം വേല കമ്മിറ്റി പ്രസിഡന്റ് ആ കുമ്മത്ത് കൈമൾ വക്കീലിനോട് വേഗം വരാൻ പറ. എന്നാലേ ഈ പ്രശ്നത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുള്ളൂ. അകത്ത് ഫോൺ ഇരിപ്പുണ്ട്, തന്നെത്താൻ വിളിച്ചു പറഞ്ഞ അങ്ങോട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടേച്ചാ മതി. അകത്ത് ഫോൺ ഉണ്ടോ? കൊച്ചമ്പ്രാട്ടേ, ഇത് മുഴുവനും വെളുത്തേക്ക്. അപ്പൊ 100 രൂപയും. പക്ഷെ പ്രാകണം, നന്നായിട്ട് പ്രാകണം. അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനെ പ്രാക്കൊന്നുമില്ല കൊച്ചമ്പ്രാട്ടി. കാലം മാറിയില്ലേ? ഒക്കെ ഉണ്ട്, എനിക്ക് കേക്കണം. എന്നാലേ ഇത് കിട്ടൂ. എന്നാ മോളുടെ പേരും നക്ഷത്രം പറ. മായ അശ്വതി നക്ഷത്രം. മായാശ്വതി നക്ഷത്രം. മായാശ്വതി നക്ഷത്രം. എന്റെ പേർക്കും കൂടി. അഡ്വക്കേറ്റ് കുമ്മത്ത് നാരായണ കൈമൾ, വിശാഖ നക്ഷത്രം. അത് വേണം തമ്പ്ര. വേണം. ട്രാക്ക് തുടങ്ങിക്കോ. നാരായണ കൈമൾ, വിശാഖ നക്ഷത്രം. ഇതാ ദക്ഷിണ. നാളെ നീ വന്നെന്റെ പ്രാകണെ ഒരുത്തനിട്ട് 4 നല്ല വർത്തമാനം കൊടുക്കാൻ പോവാ. പാപങ്ങളൊക്കെ ഇതോടെ തീരട്ടെ. അത് തീരണമെങ്കിൽ വെളുത്തെ പെർമനന്റ് ആക്കേണ്ടി വരും. നിത്യപ്രാക്കിന് ഇവനും ആ കൂട്ടത്തിൽ ഒരാളാ. ഹലോ ഹലോ, അതെ ഞാനാ കമ്മത്ത് കുമ്മൾ, കുമ്മത്ത് കൈമൾ. അതെ, ഇല്ല, ഞങ്ങളുടെ കാവിലൊരു പ്രശ്നം. അതിനായി പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാണ്. അതുകൊണ്ട് ഞാനിന്ന് കോടതി വരവുണ്ടാവൂല. അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോയിട്ട് കാലം കുറെ ആയല്ലോ. കോട്ട് എടുക്കണോ? എന്തിന്? പോലീസ് സ്റ്റേഷൻ കേസ് എന്നൊക്കെ പറഞ്ഞില്ലേ വക്കീല്? കോട്ട് താനിട്ടോ. ഗുമസ്തൻ രമണിൽ നിന്നൊരു പ്രൊമോഷൻ. വക്കീൽ രമണൻ പെട്ടി തൂക്കി. എന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞേ? അതിനാണ് കോടതിയിലും വരണ്ട, വീട്ടിലും വരണ്ട. കാരണം ഞാൻ അമ്പലപ്പിരിവ് കൊടുക്കാറില്ല. വാങ്ങാറേ ഉള്ളൂ. ചൊറിയല്ലേ? പിന്നിൽ നിന്നും ചൊറിയല്ലേ? വൃത്തിയായില്ലടാ നിനക്ക്. ഈ കിടന്ന് ചൊറിയും തെറിയാക്കുന്നത് ഞാനും. ഒരു കാര്യം പറയാൻ മറന്നു. ആ മോളെ എതിരെ വന്നേ. പതിവ് പോലെ. വക്കീലും നമ്മുടെ ആൾക്കാരും ഉണ്ട്. ഇത് യവന്മാരുടെ ആനയല്ലേടോ? പാർവതീപുരം ഉണ്ണികൃഷ്ണൻ. എന്താ തലയെടുപ്പ്? അത് തലയല്ലടോ, പുകഴ്ത്തിയത് മതി. ആന എന്റെ അല്ല. ആനയ്ക്ക് മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ നോക്ക്. ഇല്ലെങ്കിൽ സെക്ഷൻ 121 കയറി വരും. അതോടെ ആനയും കസ്റ്റഡിയിൽ. സെക്ഷൻ പറഞ്ഞില്ലേ? കൈക്കോട്ട് എടുക്കോ? എന്തിന്? കിളക്കാൻ. എന്താ അവിടെ അവിടെ എഴുന്നേറ്റ് എന്ന് ബഹുമാനിക്കാൻ തക്ക യാതൊരു യോഗ്യതയും ഈ പരമനാറിയില്ല. വല്ലവനും വന്നെന്റെ വായി കോലിട്ടിളക്കിയാൽ പോലീസ് സ്റ്റേഷനാണോ ഞാൻ നോക്കില്ല കേട്ടോ. താൻ എന്നെ എന്തോ ചെയ്യടോ? താൻ എന്നെ എന്തോ ചുക്കും ചെയ്യത്തില്ല. താൻ ഞൊട്ടും. താൻ ഒരു കോപ്പും ചെയ്യില്ല. ഞൊട്ടും. നിർത്ത്. ഇത് ഉത്സവപ്പറമ്പല്ല. SI രാജനില്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി?
അറിയില്ല. താനല്ലേ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച്. എന്താ കാര്യം? കൈമൾക്ക് അറിയില്ലേ കാര്യം? ഏതെങ്കിലും ഒരു തെണ്ടി കെട്ടുകാഴ്ചക്കിടയ്ക്ക് പന്നിപ്പടക്കോ പട്ടിപ്പടക്കോ എറിഞ്ഞതിന് വേറെ ഏതെങ്കിലും ഒരു വിവരം കെട്ട തെണ്ടി പരാതി പറഞ്ഞാൽ ഞങ്ങൾ തെക്കും ഭാഗർ എന്ത് പഴിച്ചു? ഏതെങ്കിലും തെണ്ടിയല്ല, പിന്നെ? ഈ നിൽക്കുന്ന തെണ്ടീന് ആൾക്കാർ തന്നെ പട്ടിപ്പടക്കം പറഞ്ഞത്. ആരാടാ നീ തെണ്ടിന്ന് വിളിച്ചത്? എന്നെ തെണ്ടിന്ന് വിളിച്ചവനെ തന്നാണോ? നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. എന്നാ പിഴുതെടുക്ക്. ഇവന്റെ നാക്ക് കാണാനാണോ താൻ എന്നെ വിളിപ്പിച്ചത്? ഓ, ഇതൊരു പോലീസ് സ്റ്റേഷനാ. ഇവിടെ കിടന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ, തെക്കും വടക്കും ഞാൻ നോക്കില്ല, എന്റെ പണി ഞാൻ നോക്കും. ഇതെല്ലാം കിടക്കുന്ന ലോക്കപ്പിലായിരിക്കും. മനസ്സിലായല്ലോ? സാർ SID ലൈനിലുണ്ട്. ആണോ? അർജുനനാണ് സാർ. എന്താ സാർ? കള്ളം കേശുവോ? അറിയാം സാർ, 10-30 പ്രാവശ്യം ജയിൽ ചാടിയവനല്ലേ? അറിയാം. ആ ലോഡ്ജിലുണ്ടോ? ശരി സാർ. എടോ ഉടക്കേ, ഇങ്ങോട്ട് വന്നേ. നിന്നോടാ ചോദിച്ചത്, ഇങ്ങനെ ഒരുത്തനോട് താമസമുണ്ടോ? പറയടാ. പറയാം, ഞാൻ ആളെ ശരിക്കും നോക്കട്ടെ. നീ ഇങ്ങനെ ഒരുപാടൊന്നും നോക്കണ്ട. പറയടാ, അവനിവിടെ ഉണ്ടോ ഇല്ലയോ? ഇയാളിവിടെ താമസമുണ്ട്. ഇയാളിവിടെ താമസമുണ്ട് സാറേ. പക്ഷെ ഇപ്പൊ തൊട്ടടുത്തുള്ള കള്ള് ഷാപ്പിൽ പോയിരിക്കും. എത്ര ദിവസം എന്നെ അതിനകത്ത് കിടത്തും സാറേ? എന്റെ 33ാമത്തെ ജയില് ചേട്ടം ഇതിന്റെ അകത്തുനിന്നായിരിക്കും. സാർ കുടിക്കോ. നിന്റെ അഹങ്കാരം ഇനിയും തീർന്നില്ലടോ.
ഇതിലൊരു ഒപ്പിട് ഇവിടെ. ഹലോ മണിക്കുട്ടി, സുഖാണോ? ചേട്ടനകത്തുണ്ട്. ചേട്ടാ, മനുഷ്യനായ കുറച്ച് മര്യാദ വേണം. ഇപ്പൊ വരാന്ന് പറഞ്ഞ് രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞു. ഏടത്തിയമ്മയുടെ അച്ഛനും അമ്മയും രാവിലെ മുതൽ കാത്തിരിക്കാ ഏടത്തിയമ്മ കൂട്ടിക്കൊണ്ടുപോവാൻ. നീ വിട്ടോ, ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. ചുമ്മാ വരില്ല, അപ്പോഴേക്കും അടുത്ത തിരക്കാവും. എടീ, റിപ്പോർട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ അപ്പം എത്തിയേക്കാം. നീ പൊയ്ക്കോ. ലോ സാർ. ഈ റിപ്പോർട്ട് റൂറൽ SP-യെ താൻ തന്നെ നേരിട്ട് ഏൽപ്പിക്കണം. ഓക്കെ സാർ. ശരി സാർ. എന്തോ ഒന്നും മറന്നല്ലോ. അയ്യോ, ഇതെന്തിനാ രാജേട്ടാ? ഞാൻ വീട്ടിലേക്കല്ലേ പോകുന്നേ? വീട്ടിലായാലും എവിടെയായാലും ഈ വക കാര്യത്തിന് അവരെയൊന്നും ബുദ്ധിമുട്ടിക്കരുത്. ചെക്കപ്പിനൊക്കെ പോവാൻ പൈസ വേണ്ടേ മോളെ? ഇതാ പിടിച്ചേ. ഓ, നിന്റെ അവിടത്തെ ചീഞ്ഞ നഴ്സിംഗ് ഹോമിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷനാ. ഇവിടെ തന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ, രാജേട്ടനല്ലേ സമ്മതിക്കാത്തെ? ഇവിടെ ആരടാ നിന്നെ നോക്കാൻ? മണിക്കുട്ടിയും കൂടി കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാ ഉള്ളത്? പിന്നെ ഇതൊക്കെ നിന്റെ വീട്ടുകാരുടെ ഒരു അവകാശം കൂടിയല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ സമ്മതിച്ചത്. 5-6 മാസം നിന്നെ പിരിഞ്ഞിരിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. 2 മണിക്കൂറല്ലേ ഉള്ളൂ എന്റെ വീട്ടിലേക്ക്. അല്ലേലും രാജേട്ടനിടയ്ക്ക് കോടതിയിൽ വരാറുണ്ടല്ലോ. അപ്പൊ വീട്ടിൽ വരാം, കാണാം. കുഞ്ഞുവാവയുടെ ശബ്ദം ഒന്ന് കേക്കട്ടെ. ഓ, ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. വാമോളെ, സമയായി. എന്നാ രാജ ഇറങ്ങട്ടെ. ഓ രാജേട്ടാ. മോളെ പതുക്കെ. മണിക്കുട്ടി വരട്ടെ. ബൈ. മണിക്കുട്ടി, ഞാൻ വരുന്നടി, കിടന്ന് ബഹളം വെക്കാതെ. ഞാൻ വിചാരിച്ചു ഏട്ടത്തമ്മ പോയോണ്ട് നീ ഇന്ന് വരില്ലാന്ന്. ഏയ്, രാവിലെ ഒരു ഗെയിം കളിച്ചാ അതിന്റെ ഫ്രഷ്നസ് ഒന്ന് വേറെയാ. ശരി, വാ. ഓക്കെ. ഗുഡ് മോർണിംഗ് രാജേട്ടാ. ഗുഡ് മോർണിംഗ്. ഇല്ലേ കിരീടം, ഹെൽമെറ്റ്? അതിരാവിലെ ഈ നാട്ടിൻപുറത്ത് ഹെൽമെറ്റോ? അതിരാവിലെയും നാട്ടുംപുറത്തും ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഹെൽമെറ്റ് ഇല്ലേ മക്കൾക്ക്? എന്താ ചേട്ടാ നീ ഇത്? മിണ്ടരുത്. നാളെ മുതൽ ഈ ഏരിയയിലെങ്ങാനും ഹെൽമെറ്റ് ഇല്ലാതെ കണ്ട 500 രൂപ പിടുങ്ങും ഞാൻ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എന്താ? കൈക്കൂലി കൊടുത്തെങ്കിലും ഒരു IPS കാരനെ കല്യാണം കഴിക്കണം. എന്നിട്ട് വേണം നിന്റെ കേട്ടയുടെ മുമ്പിലൊന്ന് ഞെളിയാൻ. നീ വലിയ കോടീശ്വരി, MBA MA ഡിഗ്രിക്കാരി. മിനിമം ഒരു ആഴ്ചയെങ്കിലും വേണം നിന്റെ സ്റ്റാറ്റസിന്. ഐജിയോ? അത് കുറച്ച് കൂടുതലല്ലേ? ഒട്ടും കൂടില്ല. എന്നാലേ ഭർത്താവിനൊപ്പം ഒരു മുത്തശ്ശന്റെ സ്നേഹം കൂടി നിനക്ക് കിട്ടും. വണ്ടി വിടുമോളെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്. ഭാമേ, ഒന്നേ. എന്താ? എന്റെ അലമാരെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അതാ വെടിക്കെട്ടുകാരൻ വേലായുധം വരുമ്പോ എടുത്തു. എപ്പോ വരും? എനിക്ക് കോളേജിൽ പോണം. അതിനു മുമ്പ് വരും. ഞാനൊന്ന് പാലക്കാട് വരെ പോകുന്നു. പാർട്ടി മീറ്റിംഗ് ഉണ്ട്. എന്നാ യൂത്ത് ഫെസ്റ്റിവൽ? നാളെ. നീ പോകുന്നില്ലേ? വൈകിട്ട് പോണം. കോമ്പറ്റീഷന് ജഡ്ജസ് ആരാണെന്ന് നേരത്തെ ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഒക്കെ നടത്താൻ എനിക്ക് കഴിയും. അത്രയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അല്ലാതെ തന്നെ അവൾ എല്ലാത്തിനും ജയിച്ചോളൂ. എന്റെ പൊന്നാങ്ങളേറെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഉള്ളതോടെ ഇല്ലാതാക്കണ്ട കേട്ടോ. വേണ്ടെങ്കി വേണ്ട. ഡേഡി വരുന്നുണ്ട് ദ്രോഹികള്. അവളുമാര് രാവിലെ തന്നെ തുടങ്ങി. ഗുഡ് മോർണിംഗ്. ഹായ്. ഹായ്. കം കം. ഭരതനാട്യം കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? നീ മോഹിനിയാട്ടം, മോണോ ആക്ട്, മലയാളം സ്റ്റേഷൻ. ഫസ്റ്റിൽ കുറഞ്ഞ് വേറെ ഒന്നും വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് പോരണ്ടാട്ടാ മോളൂ. അതിന് നിനക്ക് എത്ര സംശയം? നീ കണ്ടോ, ഇപ്രാവശ്യം ഇവിടുത്തെ ഫസ്റ്റ് ഗ്രേഡ്. നീ എന്താ നോക്കുന്ന? ഷട്ടിലാ? ദേ
ഏയ് വല്ല കാക്കയെ മലർന്ന് പറക്കുന്നുണ്ടോ നോക്കിയതാ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ചെലപ്പോ കാക്ക മലർന്ന് പറക്കണത് മോള് കാണും. ആണോ? എങ്കിൽ ഹാപ്പി. ഹജിയോട് കൂട്ടാ വിഷമിച്ചോ? ഞാൻ ചുമ്മാ തന്നെ വാശി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ. സാരില്ല. അപ്പൊ വൈകിട്ട് കാണാം. ബൈ. ഇല്ലില്ല. ഇങ്ങ് വാ. അയ്യോ. പൊയ്ക്കോ പൊയ്ക്കോ. ഞാൻ പോട്ടെ ഭാമേ. ഒരു ഗെയിം കൂടി കളിച്ചിട്ട് പോടി. അല്ല, എനിക്ക് രജനിയുടെ വീട് വരെ ഒന്ന് പോണം. നോട്ട്സ് എടുക്കാനാ. ഞാൻ വരും. നീ എന്ത് പറഞ്ഞാലും ഞാൻ പാലക്കാട്ടേക്ക് വരും. അയ്യോ വേണ്ട ശശി. ശശി വന്നാ ഞാൻ ആകെ നെർവസ് ആവും. അതുകൊണ്ടല്ലേ വരണ്ടെന്ന് പറഞ്ഞ. ഞാൻ നേരിട്ട് നിന്റെ മുമ്പിൽ വരില്ല, അല്ലാതെ എനിക്ക് നിന്നെ കാണാലോ. വേണ്ട ശശി, നീ വരണ്ട. ശരി, ഞാൻ വരുന്നില്ല. ബൈ. ബൈ. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നോട്ട്സ് കിട്ടിയോ? ഇവിടെയാ രജനിയുടെ വീട്. അത് ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. ഞാൻ കണ്ടു നീ അവിടെ വെച്ച് അവനോട് ഗോഷ്ടി കാണിക്കുന്നത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ശശിയായിട്ട് കിന്നാരത്തിന് നിൽക്കരുതെന്ന്. ഇതെന്ത് കഷ്ടമാ. ഞാൻ ആരോടും ഒരു കിന്നാരത്തിന് നിന്നിട്ടില്ല. ജസ്റ്റ് അവനെ കണ്ടപ്പോ ഒരു ഹലോ പറഞ്ഞു, അത്രേ ഉള്ളൂ. ശശി ഈ നാട്ടുകാരനാ, പരിചയവും ഉണ്ട്. അതിന്റെ പേര് കണ്ടപ്പോ ഒന്ന് സംസാരിച്ചു. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. ഇത്ര നീട്ടി പരത്തി പറയുമ്പോ തന്നെ അറിയാം അതിൽ കൂടുതൽ എന്തോ ഉണ്ടെന്ന്. എങ്കിലേ നന്നായി പോയി. നിനക്ക് അസൂയ അസൂയ. എന്താ പെണിങ്ങിയോ? ഹായ് ഹായ്. ഗുഡ് ലക്ക്. മിടുക്കിയായിട്ട് വരണം. കാണുന്നവരോടൊക്കെ ഞാൻ ബെറ്റ് വെച്ചിരിക്കുക. നീ ആയിരിക്കും ഈ വർഷത്തെ ഇന്റർ കോളേജ് ചാമ്പ്യൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതിനെന്താ ഇത്ര സംശയം? ഇവക്ക് തന്നെയാ ഫസ്റ്റ്. മോളെ, ഇനി താമസിച്ച പാലക്കാട്ടേക്കുള്ള ബസ് പോകും. ബൈ ബൈ. സാറേ, എന്താണോ? വല്ലാത്ത മേലുവേദനയും പനിയും. ഗുളിക വല്ലതും കിട്ടുമോ സാറേ? ഇതെന്താ മെഡിക്കൽ ഷോപ്പോ? ഇവിടെ ഒന്നുമില്ല. എന്നാ എന്നെ ഏതെങ്കിലും ആശുപത്രിയിലാക്ക്. ഡ്യൂട്ടിക്കാരും വരട്ടെ, നമുക്ക് ഗുളിക വല്ലതും വാങ്ങിപ്പിക്കാം. അതിനുള്ളിൽ ഞാൻ ചത്തുപോകും സാറേ. സഹിക്കാൻ പറ്റുന്നില്ല സാറേ. പൊള്ളുന്ന പനിയും കുളിരുവാ. എനിക്ക് പുതയ്ക്കാനും ഇടാനും എന്തെങ്കിലും താ. വഴി ഉണ്ടാക്കാം. സാർ 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 സാർ. എന്താടോ അത്? എന്താ? ആ കള്ളൻ കേശു ലോക്കപ്പിന്ന്. സാറേ, ഹലോ, കൺട്രോൾ റൂം അല്ലേ? താനല്ലേ അവനെ സഹായിച്ചത്? കുളിരണെന്ന് പറഞ്ഞപ്പം പുതയ്ക്കാൻ കൊടുത്തതാ.
സാർ ഈ രവീന്ദ്രനെ അല്ല ഈ ഉടക്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാൻ ഇതിൽ ഇടപെട്ടാൽ തനിക്ക് ഡിസ്മിസൽ ആയിരിക്കും, ഇടപെടാതിരുന്നാൽ തനിക്ക് സസ്പെൻഷൻ ആയിരിക്കും. ഇടപെടണോ? ഇടപെടണ്ട. ആ, ഇടപെടുന്നില്ല. സാറേ, യമ്മന്മാരൊക്കെ ഉണ്ടല്ലോ, വല്ല കുഴപ്പവും? ഒരു കുഴപ്പമില്ല, മിക്കവാറും നിന്റെ ചീട്ടൊന്ന് കീഴും. എന്നെ തൊട്ട് കളിച്ചാ യൂണിയൻ ഇടപെടും. യൂണിയൻ നിന്റെ അപ്പന്റെ വകയാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമുണ്ട് ചെല്ലിയാട്ടം? അതിനൊന്നും ഒരു കണക്കില്ല, കുറെ ആയി സാർ. കണക്കുണ്ട് സാർ, 33. 33? തനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? കള്ളൻ കേസ് തന്നെ പറഞ്ഞതാ. ഇന്നലെ രാത്രി ഡ്യൂട്ടിക്കാർ എത്ര പേരുണ്ടായിരുന്നു? 3-4 പേരുണ്ടായിരുന്നു സാർ. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം സാർ. ഏത് ഓഫീസറാ അവന് പടവ് കൊടുത്തേ? നല്ല പനിയും കുളിരും എന്ന് പറഞ്ഞപ്പോ കൊടുത്തു പോയത്. എന്തിനോട് വെച്ചോണ്ടിരിക്കുന്ന പറഞ്ഞു വിടറോ ഇവനെയൊക്കെ? എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് സാർ. എന്ത് എക്സ്പ്ലനേഷൻ? ആരെ ബോധിപ്പിക്കാൻ? എന്താ സാറിന്റെ പേര്? രവീന്ദ്രൻ. ഉടക്ക് രവീന്ന. ഉടുക്ക് രവി? യൂണിയനിലൊക്കെ ഉണ്ട്. ഏത് യൂണിയനിലെത്താൻ? അയ്യന്നല്ല എന്റെ അമ്മച്ചേ, ഞാൻ ഓർത്തോ. കമോൺ സാറേ, കേട്ടില്ല ഉടക്കെ? എന്തിനാ നിന്നെ ഇനിയും വെച്ചോണ്ടിരിക്കുന്നെന്ന്? മിക്കവാറും നിന്റെ നിക്കറ് കീറിയത് തന്നെ. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടല്ലോ, പെരുവഴി. അമ്മാ ഹായേ. മണിക്കുട്ടി, എന്താ ഏട്ടാ? മണിക്കുട്ടി ഒന്ന് വേഗം വാ. പത്രത്തിൽ ഇത് ആരുടെ പടം വന്നിരിക്കുന്നതെന്ന് നോക്ക്. ആരുടെയാ? കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും ഭദ്രയ്ക്ക ഫസ്റ്റ്. എനിക്കറിയായിരുന്നു അവള് ട്രോഫി കൊണ്ടേ വരുള്ളൂന്ന്. എന്റെ ഒരു പ്രത്യേക അഭിനന്ദനം അറിയിച്ചേക്കണേ. സുശീലേച്ചി, 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 സുശീലേച്ചി. ചിറ്റേ, 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 എന്തിനാ ഓർക്കാത്? ഒന്ന് എഴുന്നേറ്റേ. എന്തു പറ്റി? ട്രഷറി പോണ്ടേ? അല്ല, നീ റെഡിയായോ? ഞാൻ റെഡിയായിട്ട് എത്ര നേരായി. അയ്യോ, മാലയും വളയൊക്കെ എവിടെ? അത് പിന്നെ അലമാരിക്കകത്തിരിപ്പുണ്ട്. സത്യം, ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം.
കണ്ടില്ലേ ആന്റി? മോളെ ഭദ്ര ഇവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? ഞാൻ എല്ലായിടവും നോക്കി, ഇവിടെ എങ്ങും ഇല്ല. നീങ്ങ് വന്നേ. എന്താടി? എന്താ? എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം? ഒന്നുമില്ല ഏട്ടാ. പറയടാ. എന്തോ ഉണ്ട്, എനിക്കറിയാം. പറ. ഒന്നുമില്ല രാജേട്ടാ. പറയടി. ചേട്ടാ, ഭദ്രയെ കാണാനില്ല. റെയിൽവേ സ്റ്റേഷൻ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡ്, ഓട്ടോ ടാക്സി തുടങ്ങിയ സ്ഥലത്തെല്ലാം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഞാൻ തിരക്കി. അവരാരും ഈ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ലെന്ന്. അവസാനം കുറെ ഭിക്ഷക്കാരെ കണ്ടു. അവരോട് ചോദിച്ചപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. അവരും കണ്ടിട്ടില്ല എന്ന്. താലൂക്ക് ആശുപത്രിയിലും പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലും വരെ നമ്മൾ തിരക്കിയില്ലേ. ഇനി വല്ല അനാഥ തൊള്ള തുറക്കണ്ട, പതുക്കെ പറഞ്ഞാ മതി. ഏതാ കുട്ടിയുടെ മുറി? അതാണ് സാർ. അവൾക്കൊരു ചെക്കനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ശശി. ശശി വെറും ഫ്രണ്ടാ. ഫ്രണ്ടും ബാക്കും. വല്ല ഗുരുവായൂരോ ചോറ്റാനിക്കരലോ പോയി അന്വേഷിക്കാൻ പറ. രണ്ടെണ്ണവും അവിടെ കാണും. അവിടെ എന്തിനാ? ഇപ്പൊ അതല്ലേ ഏറ്റവും സേഫസ്റ്റ് സ്ഥലം. കഴിഞ്ഞ രാത്രി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? ഐ മീൻ, ആ കുട്ടി ഈ വീട്ടിലേക്ക് വരുന്നതോ ഇവിടുന്ന് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. നിങ്ങൾ കണ്ടോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഇതെങ്ങനെയാ സംഭവിച്ചത്? അറിയില്ല സാർ. അറിയില്ല. പണി കണ്ടിട്ട് കള്ളം കേസ് തന്നെയാണ് സാറേ. സ്ഥിരം ജനാലക്കമ്പി അറുത്തകത്ത് കയറുന്നതാ അവന്റെ മോഡസ് ഓപ്പറൻറ്റി. ജയിൽ ചാടി അവൻ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ജനാലക്കമ്പി അറുത്ത് അവൻ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മിസ്സായ പെണ്ണ് പുറത്തേക്ക് മറ്റേ പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവന്റെ പ്രത്യേകത സാറും കേട്ട് കാണും. പെണ്ണിനെ കണ്ടാൽ മറ്റെല്ലാം അവൻ മറക്കും. ഇനി ആ പെണ്ണിന്റെ ബോഡി എവിടെയാണെന്ന് അന്വേഷിച്ചാൽ മതി സാറേ. ബാമ ഒന്നിങ്ങ് വന്നേ. ആ കുട്ടിക്ക് ആരോടെങ്കിലും പ്രേമോ മറ്റെന്തെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നോ? പറ കുട്ടി, ഉണ്ടായിരുന്നോ? ശശി അവൾക്ക് ഇഷ്ടമായിരുന്നു. ഇതല്ലേ ശശി? അതെ. സുശീലയുടെ മകൻ ശശി. പഴയ പോലെ അല്ല, അവളിപ്പോ റേറ്റ് ഒക്കെ കൂട്ടിട്ടോ.
അല്ല എന്താ ഇവിടെ റെയ്ഡ്. റെയ്ഡോ? ആ, അപ്പൊ ഇന്ന് നടക്കൂലേ? ഇന്ന് നടക്കത്തില്ല. ശശി എന്നല്ലേ നിന്റെ മകന്റെ പേര്? അതെ സാർ. അവനെന്താ ജോലി? ജോലിയൊന്നും ആയിട്ടില്ല സാർ. അപ്പൊ അവന് വരുമാനം ഇല്ല. ആട്ടെ, നിനക്കെന്താ ജോലി? അതെ, മോന്റെ കാര്യം മാത്രം ചോദിച്ചാൽ മതി. തള്ളേ വിട്ടേക്ക്. ആ, അതെ, അവനൊന്ന് വിളിച്ചേ. ആ ശശി ഒന്ന് വിളിച്ചേന്ന്. അവനിപ്പോ ഇവിടെ ഇല്ല സാർ. ഉണ്ടാവില്ല. ഇന്നലെയല്ലേ അവൻ മുങ്ങിയത്? എന്ത് കാരണം പറഞ്ഞാവൻ പോയത്? കൂട്ടുകാരന്റെ കല്യാണം. അതെ സാർ, കൂട്ടുകാരന്റെ കല്യാണത്തിന് പോണെന്നാ പറഞ്ഞു. അതല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അവളെയും തട്ടിക്കൊണ്ട് പോവാന്ന് പറയാൻ പറ്റില്ല. എവിടെ സാർ എന്താ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ മനസ്സിലാക്കി തരാം. ഈ ബൈക്ക് അവന്റെ അല്ലേ? അതെ സാർ. വാടോ. അവൻ എവിടെയുണ്ടെങ്കിലും തപ്പും പൊക്കും അകത്താക്കും. അവനോട് പറഞ്ഞു തരി. കൂട്ടി ഇടിക്കല്ലോടോ, പോലീസാണ് പോലും. താൻ ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞേ. സുശീലയുടെ വീട്ടിൽ SIയും കൂട്ടരും വന്ന് ശരിക്കും അങ്ങ് വരട്ടിപ്പോയി. ആ, രണ്ടാം ചായയുമായിട്ടങ്ങ് അകത്തേക്ക് പൊക്കോ. ചായ ഞാൻ കുടിച്ചതാ. ആ, രണ്ടാമത്തെ. ആ കൊച്ചിനെ കാണാതായ ദിവസം സന്ധ്യ മയങ്ങി അല്പം കഴിഞ്ഞു കാണും. ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ ചീങ്കണിയുടെ കടയിൽ കയറി നിൽക്കുമ്പോ ഭയങ്കര ഇടി. അത് ശരി. ഭദ്രേ, കേറിക്കോ, ഞാൻ വീട്ടിൽ വിടാം. വേണ്ട വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്നാ ശരി. അത്രേ ഞാൻ കണ്ടു. സാറിന് അറിയാലോ പറമ്പത്ത് രാജുവിനെ. വേലിപ്പത്തലിന് തുണി ചുറ്റിയാൽ അതുപോലെ അമ്പിടൂല. പിന്നല്ലേ ആ പെൺകുട്ടി. അത്രയാ. എന്താ മോരുമായി നീ വീണ്ടും അകത്തേക്ക് പോ. ഇനി പാനീയങ്ങളുമായി വരരുത്. പോ. അത്രയുമല്ല, താൻ പിന്നെയും കണ്ടു. പിന്നെ എന്ത് കണ്ടു? വേറെ ഒന്നും കണ്ടില്ല സാർ. കണ്ടു. പറമ്പത്ത് രാജു നിർബന്ധിച്ച പെൺകുട്ടിയെ കാറിൽ വലിച്ചേറ്റി കൊണ്ടുപോകുന്നതും താൻ കണ്ടു. സത്യമായിട്ട് ഞാൻ കണ്ടില്ല സാർ. കണ്ടു. കണ്ടു കണ്ടു. അവന്റെ പാർട്ടി സെക്രട്ടറിക്കും CMനും ഹോം മിനിസ്റ്റർക്കും DGPക്കുമെല്ലാം ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കത്തയക്കണം. പറഞ്ഞതൊക്കെ നേരിൽ കണ്ടതാണെന്നും ആ പെൺകുട്ടി ഇപ്പോൾ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു ഊമക്കത്ത്. ഊമക്കത്ത് നിൽക്കില്ല. സെക്ഷൻ 303, സെക്ഷൻ 407, സെക്ഷൻ 121 കയറി വന്നാലേ കാര്യം നിൽക്കൂ. അന്ന് ആനയുടെ കാര്യം പറഞ്ഞപ്പോഴും സാർ ഇതേ നമ്പർ തന്നെയാണല്ലോ പറഞ്ഞേ. ആ നമ്പർ നമ്പറോ? അത് 121 ഫോറസ്റ്റ് ആക്ട്. ഇത് 121 ഡൊമസ്റ്റിക് ആക്ട്. 64 സുപ്രീം കോർട്ട് അറിയോ? എനിക്ക് ഇല്ല. 21 ലാഹോർ ഇല്ല. ഹൈഡ് ആക്ട്. 123 അഗ്രിമെന്റ് ഇല്ല. ന്യൂക്ലിയർ പാക്ട്. PB അവൈലബിൾ. PB എനിക്കൊന്നും അറിയില്ല സാർ. ആ, താൻ കൂടുതൽ അറിഞ്ഞാൽ ഞാൻ തന്നെ. ഈ പറഞ്ഞതെല്ലാം ഒറ്റ സെക്ഷനാണ്, ഒറ്റ ആക്ട്, എല്ലാം ഒരു ഫാമിലി. ഇത്രയൊക്കെ അറിഞ്ഞിട്ട് എന്താ സാർ നമ്മുടെ ഒറ്റ കേസ് പോലും ജയിക്കാത്തത്? ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഞാൻ മാത്രം അറിഞ്ഞിട്ട് എന്ത് കാര്യം? കേൾക്കുന്നവർക്കും വിവരം ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാ ജഡ്ജിമാര് ഞാൻ എന്ത് പറഞ്ഞാലും വട്ടാണെന്ന് പറഞ്ഞ് കേസ് തള്ളുന്നത്. അല്ലാതെ കേസ് തോറ്റിട്ടല്ല. ഊമക്കത്ത് നിക്കില്ല പുഷ്പ. പേരും അഡ്രസ്സും വെച്ച് തന്നെ വേണം. ആരുടെ? സാറിന്റെയോ? അല്ല, പയ്യാരത്ത് പുഷ്പാങ്കത. അതെന്റെ പേരല്ലേ? അതെ, നിന്റെ പേര് തന്നെ. എടോ, താൻ ചെന്ന് 3-4 വെള്ള പേപ്പർ എടുത്തോണ്ട് വാ. വേണ്ട. എന്തിനാണ് ഇല്ലാത്തോരോ നുണ പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കണേ? കഷ്ടമുണ്ട്. കഷ്ടോ? ആർക്ക് കഷ്ടം? എന്ത് കഷ്ടം? 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം നീ മറന്നുപോയിട്ടുണ്ടാവും. അന്ന് ഞാൻ കുറെ മാസം കോട്ടയ്ക്കിൽ പോയി കിടന്നതേ സുഖചികിത്സയ്ക്കല്ല. ഇടിയും ചവിട്ടും കൊണ്ട് ചുക്കിച്ചുളിഞ്ഞു പോയതാ ഈ ശരീരം. അതൊന്ന് നിവർത്തിയെടുക്കാൻ വേണ്ടിയാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി ലോക്കപ്പിലിട്ട് എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കിയത്? ആരാടോ ഇത് ചെയ്തത്? ആർക്ക് വേണ്ടിയാ ചെയ്തത്? പറമ്പത്ത് രാജുവിന് വേണ്ടി. അന്ന് ഇവിടെ SI ആയിരുന്ന അവന്റെ സുഹൃത്ത് SI സ്റ്റീഫൻ. ഇന്നത്തെ SI രാജൻ എന്റെ സുഹൃത്തല്ല. ഞാനൊരു ഇൻഫ്ലുവൻസിനും പോയിട്ടുമില്ല. അല്ലാതെ തന്നെ എന്റെ കലി തീർക്കാൻ അവൻ തന്നെ കൊണ്ടുതന്ന സന്ദർഭമാണിത്. ഞാൻ തീർക്കും, തീർത്തിരിക്കും. ചത്ത് ചാമ്പല എന്ന് എന്റെ അമ്മ തിരിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ അടങ്ങില്ല. നിക്ക്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് മറന്നേക്ക്. പക്ഷെ സ്വന്തം അച്ഛനെ ഒറ്റ കൊടുക്കരുത്.
മാറിക്ക്. മാറണം. മാറി മാറി മാറി. മാറിയേക്ക്. ബോഡി എടുക്കാൻ വരട്ടെ, കൊണ്ടുപോകാൻ വരട്ടെ, കൊണ്ടുപോകാൻ വരട്ടെ. എന്താ സാറിന് അറിഞ്ഞൂടെ നിയമം? ലാ RDOയോ തതുല്യ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരോ സംഭവ സ്ഥലത്ത് വന്ന് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാവൂ. ആ നിയമം തന്നെ ഇവിടെയും പാലിക്കണം. മനസ്സിലായില്ല? എന്താ അങ്ങനെ ഒരു നിയമം ഇല്ലേ? നിയമമൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. 2-3 ദിവസം പഴക്കം ചെന്ന ബോഡിയെ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് എന്റെ ഒരു മര്യാദ. അത് സാറിന്റെ മര്യാദ. ഞങ്ങളുടെ മര്യാദ നേരെ മറിച്ച്. RDO വന്നിട്ട് മതി. ഇനിയല്ല, ഞങ്ങൾ നാട്ടുകാർക്ക് പല സംശയങ്ങളും ഉണ്ട്. നടന്നത് അപകട മരണമോ ആത്മഹത്യയാണെന്ന് നാട്ടുകാരിൽ പലരും വിശ്വസിക്കുന്നില്ല സാർ. നിങ്ങൾ ഒന്ന് വണ്ടി കയറുക. സാറ് ധൃതി പിടിക്കണ്ട. വിശദമായ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം ബോഡി കൊണ്ടുപോയാൽ മതി. അതെ, വണ്ടി പോട്ടെ സാറേ. ഇപ്പൊ തന്നെ ബോഡി വല്ലാണ്ട് ചീഞ്ഞു. ഇനിയും പലതും ചെയ്യൂ. ഇവിടെ RDO വന്നിട്ടേ ബോഡി കൊണ്ടുപോകാൻ ഒക്കൂ. ഇത് പറയാൻ താനാണോ? വണ്ടി എടുത്താ അങ്ങനെ വണ്ടി വിടാൻ ഒക്കില്ല. കുറെ നാളായി തുടങ്ങിയിട്ട് ചവിട്ടി കയറ്റി തരാം. വിടണോ വേണ്ടതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കള്ള വക്കീല്. ഇനിയും ചട്ടം പഠിപ്പിക്കാൻ വന്നേക്ക്. പ്രശ്നം ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ആർക്കറിയാം എന്ത് ചെയ്യണമെന്ന്? മാറിക്കാം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ജോലിക്കിടയ്ക്ക് തടസ്സം നിന്നുണ്ടല്ലോ. കേട്ടോ, പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. ഭദ്രയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക. ഭദ്രയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക. SI രാജൻ നീതി പാലിക്കുക. പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. SI രാജൻ നീതി പാലിക്കുക. അറസ്റ്റ് വരെ സമരം തുടരും. മുന്നണി സിന്ദാബാദ്. പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. ഭദ്രയുടെ ഘാതകൻ പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. ഭദ്രയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക. ഇത്ര നാൾ എനിക്കെതിരെ ഉണ്ടായിരുന്ന പ്രാക്കും പോരാട്ടം ഒക്കെ അങ്ങ് നാട്ടിലായിരുന്നു. എല്ലാം കൂടി ഇപ്പൊ SP ഓഫീസിന് മുമ്പ് വന്നിരിക്കണോ ധർണയുണ്ടാക്കാൻ? നിങ്ങളൊക്കെ ആരാ? അവന്റെ കൂലിപ്പെട്ടാളോ? എന്ത് കിട്ടും ഒരു ദിവസം മുഴുവൻ കിടന്ന് തൊള്ള തുറന്നാൽ? പുണ്യം കിട്ടും. ആ പെണ്ണിന്റെ ആത്മാവിന് ശാന്തിയും കിട്ടും. മനസ്സിലായോ? ഇവരാരും വൈകിട്ട് കൈനീട്ടി ശമ്പളം വാങ്ങുന്ന പാപമുന്നണിക്കാരല്ല. ഇത് പൗരമുന്നണിയാ, പൗരമുന്നണി. നിന്നെ പോലെ പ്രമാണിമാർ കാണിക്കുന്ന പേക്കൂത്തുകൾ ചോദിക്കാനും പറയാനും ഈ നാട്ടിലെ നിയമത്തിനും പോലീസിനും കഴിയാതെ വരുമ്പോ ഇതുപോലെ പൗരമുന്നണികൾ ഉണ്ടാവും. പ്രതികരിക്കും. അവരെ എതിർക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഞാൻ എതിർക്കും. താൻ എന്ത് കോപ്പ ചെയ്യടോ? എന്നെ കാണേണ്ടതാണ് എതിർക്കുന്നത്. സാറേ, ഒന്നിങ്ങ് വന്നേ. എന്താ ആരൊക്കെയാ വന്നിരിക്കുന്നേ? അതാ റൂറൽ SP-യും DYSP-യാ. എന്താ സാറേ കാര്യം? പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മുടെ കുമ്മത്ത് കൈമളും കൂട്ടാനും SP ഓഫീസിന് മുമ്പിൽ തപസ്സിരുന്നില്ലേ? അല്ല, ധർണ ഇരുന്നില്ലേ? അതേ കുറിച്ച് എന്തോ അന്വേഷിക്കാൻ വന്നതാ. ഞാൻ ചെല്ലട്ടെ? ചായ ആറും. ആളുകൾക്ക് എന്തും പറയാനായിട്ടുണ്ട്. രാജുവേട്ടൻ ഭദ്രേ, എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. നീ മാത്രമല്ല, ആരും വിശ്വസിച്ചിട്ടില്ല. കൈമള് പക തീർക്കുക. എന്താ നോക്കണേ? മോളുടെ അടുത്ത കൂട്ടുകാരിയല്ലേ ചത്തുപോയ പെണ്ണ്? അപ്പൊ കൊന്നതാരാണെന്ന് തെളിയണ്ടേ? അത് തെളിയിക്കാനുള്ള ജോലിയാ ഞാനിപ്പൊ ചെയ്യുന്നത്. കേട്ടോ? അതുകൊണ്ട് മക്കൾ അധികം വെയിൽ കൊള്ളാതെ വേഗം വീട്ടിലേക്ക് പോ. ചെല്ല്, പോ. കിളുന്തല്ലേ, പെട്ടെന്ന് വാടി പോകും. വേഗം ചെല്ല്. മടി. SP ഇല്ലേ?
ഇതെന്ത് ചോദ്യം കൈമൾ സാറേ? SP ഇങ്ങോട്ട് വിട്ടത് തന്നെ നിങ്ങളല്ലേ? ഒന്ന് കണ്ടേക്കട്ടെ. ഇപ്പൊ വേണ്ട, അകത്ത് മീറ്റിംഗ് നടക്കുക. രാജൻ സാറുമായിട്ടാ? എല്ലാ സാറുമാരുമായിട്ടാ. ശരി, അകത്ത് കയറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അകത്ത് നടക്കുന്ന മീറ്റിംഗിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതിപ്പോ പറ്റില്ല. 500 ആനെ ഇപ്പൊ പറ്റുമോ? ഇതാണ് ഈ പരിചയമുള്ളവന്മാര് വന്ന് പരിചയമുള്ളതുപോലെ പെരുമാറിയ 500 ആന ഏറ്റു. ഇയാൾ ഇതുവരെ പറഞ്ഞു വിട്ടില്ലേ? ആള് സസ്പെൻഷനിലാണ് സാർ. പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒരു ഹെൽപ്പിന് നിൽക്കുന്നു മാത്രം. ഒഫീഷ്യലായിട്ട് ഒന്നും ചെയ്യിക്കാറില്ല. കഴിഞ്ഞ ദിവസം കുറെ പേര് എന്റെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്നോണ്ട് മാത്രമല്ല, ഇത് വെറും ഊമക്കത്തല്ല, അകത്ത് എഴുതിയാളുടെ പേരും അഡ്രസ്സും ഉണ്ട്. സാർ, ഇതാ പുഷ്പൻ എഴുതിയ കത്താണ് സാർ. ഇയാളെ കൈമളുടെ ആളാ. ഇവരൊക്കെ ചേർന്നാണ് ആ ധർണ. വായിക്കേ സാർ. കത്തെഴുതിയ ആളെ വിട്, താനതിലെ കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി. സാർ, ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയതിന് മുൻപ് തന്നെ അയച്ചാണ് ഈ കത്ത്. സീ ദ ഡേറ്റ്. പറമ്പത്ത് രാജു ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്ന കണ്ട ദൃക്സാക്ഷി എഴുതിയതാണിത്. അതിനുശേഷം ആ പെൺകുട്ടിയെ മറ്റാരും കണ്ടിട്ടില്ല. ഇത്രയൊക്കെ പോരെ ഒരു നല്ല എവിഡൻസിന്? പോസ്റ്റ്മോർട്ടത്തിന്റെയും മറ്റും ഫൈനൽ റിപ്പോർട്ട് കിട്ടിയിട്ട് പോരെ സാർ? യു ടേക്ക് ആക്ഷൻ ഓൺ ദിസ് സർ, ദെൻ അറസ്റ്റ് ഹിം സർ. പിന്നൊന്ന്, വേണ്ട വിധം ക്വസ്റ്റ്യൻ ചെയ്താൽ ബാക്കിയൊക്കെ താനെങ്കിൽ പോരും സർ. അയാളേത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് ഭയമുണ്ടോ എനിക്ക്? ഒരിക്കലും ഇല്ല സർ. ദെൻ ടേക്ക് ഹിം ഇമ്മീഡിയറ്റ്ലി സർ. തൃപ്തിയായല്ലോ. എന്റെ മോനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് സൂചി നിൽക്കുകയാണല്ലേ? ഇവിടെ പോലല്ലേ രാജു ഭദ്രൻ കണ്ടിരുന്നത്? എന്നിട്ടും അവനെ എത്ര വയസ്സുമോ നിങ്ങൾക്ക് അറിയാവുന്നതാ? ഭദ്രമോളെ കാണാനില്ലെന്ന് ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തു എന്നല്ലാതെ അതിന് രാജുവിന് സംശയമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മോളല്ലേ ചേച്ചി. എന്തിനാ ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നേ? ചിറ്റ എന്തിനാ ഒളിച്ചും പാത്ത് നോക്കിയേ? ഞാനെങ്ങും നോക്കില്ല. നോക്കുന്നത് കണ്ടിട്ടാ ഞാൻ ചോദിക്കുന്നേ. ഏട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന കണ്ടപ്പോ ചിറ്റയ്ക്ക് ഒരു വിഷമം തോന്നിയില്ലേ? അത് എനിക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ പണ്ടേ പേടിയാ. അതാ ഞാൻ ഉമ്മറത്തേക്ക് വരാഞ്ഞത്. പോലീസിനെ എന്തിനാ പേടിക്കുന്നേ? എന്തോ എനിക്ക് പേടിയാ. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചേ. കുറച്ചു നാളായി ചിറ്റ ആകെ മാറിയിട്ടുണ്ട്. മനുഷ്യരെന്നും ഒരുപോലെ ഇരിക്കോ? രാജുവേട്ടനെ അറസ്റ്റ് ചെയ്തു. ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചതാ രാജേട്ടൻ എന്റെ ഏട്ടന് സംശയം ഉണ്ടോന്ന്. സത്യം എനിക്കൊന്നും അറിയില്ല ഭാമേ. കഴിഞ്ഞ ദിവസം കൂടി രാജേട്ടൻ പറഞ്ഞതാ കൈമൾ ഉണ്ടാക്കുന്ന ഒച്ചയും ബഹളം ഒന്നും കൂട്ടാക്കില്ലാന്ന്. പിന്നെ എങ്ങനെ മനസ്സ് മാറി എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്യാൻ? എത്ര രൂപ കൊടുത്തു കൈമള് എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്യാൻ? അനാവശ്യം പറയരുത്. എന്റെ ഏട്ടൻ അത്രക്കാരനല്ല. പിന്നെ എന്തിനാ എന്റെ ഏട്ടനെ അറസ്റ്റ് ചെയ്തേ? ഇറക്കി വിടാൻ പറ. ഇപ്പൊ ഇറക്കി വിടണം. കൈമളല്ല അവന്റെ അപ്പുറത്തവും ഒന്ന് പറഞ്ഞാലും ഞാൻ വഴങ്ങില്ല. എനിക്കും കൂടി ബോധ്യപ്പെട്ട കാര്യങ്ങളെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ.
നിന്റെ ഏട്ടൻ അത്ര യോഗ്യനാണെങ്കിൽ എന്തിനാണ് ആ സമയത്ത് ആ സ്ത്രീയുടെ വീട്ടിൽ പോയത്? അയക്കറിഞ്ഞൂടെ അവരാരാണെന്നുള്ളത്? സാർ, എന്താടോ? കൈമൾ സാർ വന്നിട്ടുണ്ട്. സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ഓ, ഇത് മാല, ഇത് ഓക്കെ, ഇത് ബൊക്കെ. രണ്ടും കോസ്റ്റ്ലിയാ. ഇത് മാലയും പൊക്കയാന്നുള്ളത് മനസ്സിലായി. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ സ്റ്റേറ്റിൽ 445 DGP-മാരുണ്ട്. അതിന്റെ ഇരട്ടി IG-മാരും ഉണ്ട്. അതിന്റെ 5 ഇരട്ടി SP-മാരും DYSP-മാരും ഉണ്ട്. പിന്നെ 900 വരുന്ന ഇൻസ്പെക്ടർമാരും പോലീസുകാരും. അതിലാകെ ഒരു SI, ഞങ്ങളുടെ SI രാജൻ സാർ. ഡബിൾ ചങ്കൻ. നമ്മുടെ രാജൻ ആള് സിംഹക്കുട്ടിയാ കേട്ടോ. അല്ലാതെ ആർക്ക് ധൈര്യം വരും പറമ്പത്ത് രാജു എന്ന ഈ ഭൂലോക റാസ്കലിനെ അറസ്റ്റ് ചെയ്തിലാക്കപ്പെടാൻ? കൈമളെ, എന്നും ഞാൻ ഇതിനകത്ത് തന്നെ ആയിരിക്കില്ല, താൻ ഓർത്തോ. കേട്ടില്ലേ സാർ, കേട്ടില്ലേ എന്റെ അഹങ്കാരം? വെറുതെ അല്ലല്ലോ, അയാളുടെ അണ്ണാക്കിനിട്ട് കുത്താൻ പോയിട്ടില്ലേ? അണ്ണാക്കിൽ ആര് കുത്തി? പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. SI രാജൻ നീതി പാലിക്കുക. പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. SI രാജൻ നീതി പാലിക്കുക. പോലീസിന്റെ അതിക്രമം അവസാനിപ്പിക്കുക. പോലീസിന്റെ അതിക്രമം അവസാനിപ്പിക്കുക. പോലീസിന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. SI രാജന്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. ഈ കൂട്ടത്തിൽ നല്ല മുഖപരിചയമുള്ളവരുണ്ട്. പലരെയും പേര് പറഞ്ഞു അറിയാം. അതുകൊണ്ടാണ് മര്യാദയുടെ ഭാഷ പറയുന്നത്. പിരിഞ്ഞു പോണം. രാജുവേട്ടനെ വിട്ടേക്കാൻ ഞങ്ങൾ പോയില്ല. രാജുവേട്ടനെ കൊണ്ടല്ലാതെ ഞങ്ങൾ പോയില്ല. ഞാൻ പറയാം. പറഞ്ഞത് നിയമം അനുസരിച്ചാണ് ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തത്. നിയമത്തിലൂടെ അല്ലാതെ അയാളെ വിട്ടടക്കാൻ പറ്റില്ല. മര്യാദക്ക് നിങ്ങൾ പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകാൻ നിർത്തണോ? നിർത്താൻ. ചില രാഷ്ട്രീയക്കാര് ബലം പ്രയോഗിച്ച് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ഇറക്കി കൊണ്ടുപോയ വാർത്ത കേട്ട് ആവേശം കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ആർക്കാണ് രാജുവിനെ വേണ്ടത്? കൊണ്ടുപോയി വേണം. ഇത് നമ്മുടെ SI രാജൻ സാറിനെ പോലെ ഉണ്ടല്ലോ. കുറച്ച് സാമ്യമുണ്ട്. കുറച്ചൊന്നുമല്ല, നല്ല സാമ്യമുണ്ട്. ഇതേതാടാ ഈ അപൂർവ ജീവി? ഞാൻ ഗുണ്ടയാണ്. എന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പ്രായക്കരാപ്പി അലർജി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വച്ചേക്കണത്. ഞാനും ഗുണ്ടയാണ്, എനിക്ക് അലർജി ഇല്ല. അയ്യോ, അയ്യോ, നീ പോയി ചോദിക്കുക ആരാണ് എന്താണെന്നൊക്കെ. എനിക്ക് വയ്യ, ആശാൻ തന്നെ ചോദിക്കും. എന്നാ ഞാൻ തന്നെ ചോദിക്കില്ല. അവരിങ്ങോട്ട് വരുന്നില്ല. ഈ പോലീസ് സ്റ്റേഷൻ എവിടാ? നീ ആരാ? എവിടെന്നാ വരവ്? അത് ശരി. അപ്പൊ ഞങ്ങളെ മനസ്സിലായില്ല. ഞങ്ങളല്ലേ ഇപ്പൊ ഇവിടെ വന്നത്. നിങ്ങളായിരുന്നു. കണ്ടിട്ടാകെ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. പറ, നിങ്ങളൊക്കെ ആരാ? എന്തിനാ വന്നേ? എന്തിനാ ഇവിടെ വന്നതെന്ന്? അതെ, ഞങ്ങളൊക്കെ പേര് കേട്ട ഗുണ്ടകളാ. ഉദ്ദേശം എത്ര പേര് കേട്ട് കാണും? കൃത്യമായിട്ടുള്ള കണക്ക് ഞങ്ങൾ പറഞ്ഞുതരാം. ടോമി, പിടിച്ച് കേരടാ വണ്ടിക്കകത്തേക്ക്. ഓക്കെ. ഞങ്ങളൊന്ന് ഇക്കിളിയാക്കാൻ കൊണ്ടുപോവാ. ചെറ്റ, ആറിനും ചെറ്റ. 5 മിനിറ്റിന് നാറിക്ക് 500 രൂപ. അറിഞ്ഞു തന്നെ 500 പേരിട്ടത്. ഒടുക്കത്തെ തീവട്ടിക്കൊള്ളാം. അപ്പി, എന്താ പറഞ്ഞത്? ഉദ്ദേശിച്ച ആള് ലോക്കപ്പിൽ കിടക്കുക. 5 മിനിറ്റ് അവനോട് സംസാരിക്കാൻ രൂപ 500 പിടുങ്ങുക. ഏയ്, ആരെ കാണാനാ? ആകെ ഒരാളല്ലേ ഉള്ളൂ ഇതിനകത്ത്, പറമ്പത്ത് രാജു. പറമ്പത്ത് രാജു. ഞങ്ങളയാളെ കാണുന്നതുകൊണ്ട് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, എന്തിനാ അവനെ കാണണേ? നിങ്ങൾ ആരാ? അറിയണോ? അറിയണോ? ഏയ്, എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പറ കുട്ടാ. കുട്ടനല്ല, പ്രായക്കരാപ്പി. അയ്യേ, അതെന്റെ പേരാ. ഇവിടെ വല്ല ലോഡ്ജും കിട്ടുമോ? ലോഡ്ജോ? ഈ ഓണം കയറാൻ മൂലല്ലോ. അതെ, ലോഡ്ജ് സംഘടിപ്പിച്ചു തന്നാ മതി. ഓണം, വിഷു, സംക്രാന്തിയൊക്കെ ഞങ്ങൾ വിളിച്ച് കയറ്റിക്കോളാം. അപ്പൊ അതിനായിരുന്നല്ലേ. വീട് വേണമെങ്കിൽ നോക്കാം. ശരി, വീടെങ്കിൽ വീട്. അതെ, രാജുവിന്റെ ആരായിട്ട് വരും നിങ്ങൾ? ഇയാളുടെ കുഞ്ഞമ്മയുടെ മാപ്പിളയായിട്ട് വരും. കൈയെടുക്കണോ? ഞങ്ങളെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. ആ മരണവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല.
എന്റെ അനിയത്തിക്കൊപ്പം ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത്. വർഷങ്ങളായി എന്റെ തൊട്ടടുത്ത വീട്ടില്. വേണ്ട, തന്റെ പഴംപുരാണൊന്നും എനിക്ക് കേൾക്കണ്ട. താങ്കൊന്നോ ആ പെണ്ണ് ചെത്തോന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. തന്നെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ തന്റെ പാർട്ടി തന്നെ എന്നെ കൂടെ അയച്ചതാ. നിങ്ങൾ ആരാ? ചോദിച്ച പണം പാർട്ടിയും തന്നിട്ടുണ്ട് തന്നെ രക്ഷിക്കാൻ. അത്ര മനസ്സിലാക്കിയാ മതി. തന്നെ എന്നാ കോടതി കൊണ്ടുവന്നു? കോടതിയിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ. ചോദ്യം ചെയ്യാൻ കുറെ ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി വിട്ടുകൊടുത്തിരിക്കുക. സമയമായി, ഒന്ന് വേഗം പോ. ഇവിടെ തന്നോടല്ലേ പറഞ്ഞത്? ദൈവമേ, എനിക്ക് വയ്യ. പോകാൻ പറഞ്ഞില്ലേ? സാറ് വന്ന് ഞാൻ എന്ത് പറയും? ആരുടെ അവര്? അത് പിന്നെ എനിക്കറിയില്ല. ലോക്കപ്പിൽ കിടക്കുന്നവനെ കാണാൻ ആരാ അവർക്ക് അനുവാദം കൊടുത്തെന്ന്? അത് പിന്നെ അടുത്ത സുഹൃത്തുക്കളാണ്. അനാവശ്യമായി അല്ല അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞപ്പോ താൻ കയറി സമ്മതിച്ചു അല്ലേ? എത്ര ഒപ്പിച്ചോടോ ഈ ഉപകാരത്തിന്? ഇവർക്ക് അനുവാദം കൊടുത്തത് തീരെ ശരിയായില്ല. തെറ്റ് എന്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തായി പോയി. വേഗം പോയിക്കോ. എന്താ തന്റെ പേര്? രാജാമണി, ചാലമണി എന്നും പറയും. ചാളമണിയോ? എന്താ തന്റെ തൊഴില്? സാറുമാർക്കൊന്നും ഇഷ്ടപ്പെടുന്ന തൊഴിലല്ല എന്റേത്. താനെന്തിനാ അവനെ കണ്ടത്? ഇവിടെ ഒരു പ്രമാണി നിർബന്ധിച്ചപ്പോ സാറൊരു കള്ളക്കേസ് ഉണ്ടാക്കി. അതിൽ നിന്ന് ഇവനെ ഊരിയെടുക്കാനാ ഞാൻ വന്നത്. എന്താ പറഞ്ഞ്? രക്ഷിക്കാനാ വന്നതെന്ന്. നീ രക്ഷപ്പെടുത്തുവോ? അയ്യോ, ഉറപ്പായിട്ടും. അണ്ണനേറ്റാൽ അത് നടന്നിരിക്കും. എന്നാ കാണാ അവനെ രക്ഷിക്കുന്നത്. ചെന്ന് രക്ഷിക്കടാ, കാണട്ടെ. വേണ്ട, തൊട്ട എന്ത് ചെയ്യൂടാ? ഞാനൊന്നും ചെയ്യില്ല സാർ. പക്ഷേ എപ്പോഴും എന്റെ ഈ കൈ ഞാൻ പറഞ്ഞ കേക്കില്ല. അതാ കുഴപ്പം. പിന്നെ ഈ 1.5 പിച്ചളുടെ തിളക്കത്തില് പോകാവുന്ന ദൂരത്തിനൊക്കെ ഒരു പരിധിയില്ലേ? അതിനും അപ്പുറം ഉണ്ടല്ലോ കാര്യങ്ങള്. വന്ന ജോലി തീർത്തിട്ട് ഞാൻ പോവും. അപ്പീ വടാ. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ. ഇറങ്ങി പോടെ. മണി, എന്നാ നമുക്ക് പോവാം. കള്ള് കണ്ട കമന്ന് വീഴുന്നവരാണ് ഞങ്ങളെന്ന്. എന്നാ നിങ്ങൾക്ക് തെറ്റി? ഞങ്ങൾ ഇന്നിവിടെ വന്നതിന് കാരണമുണ്ട്. അതെന്താ? ഇന്ന് 1-ാം തീയതിയാ പുറത്ത് കള്ള് കിട്ടൂല. ഇത് കൂടെ പിടിക്കും. എത്രയായി? ഇതും കൂട്ടി 8. എണ്ണിക്കോണേ. 5 കഴിഞ്ഞാ പിന്നെ ഓർമ്മയുണ്ടാവില്ല. അതെന്താ? 5 മേലെ അവന് എണ്ണാൻ അറിയത്തില്ല. എന്ന മക്കൾ ആറുണ്ട്. കാട്ടിക്കും ഞാൻ. ഈ വീട് വാങ്ങിച്ചതാണോ അതോ വിലക്കെടുത്തതാണോ? വാടകയ്ക്കാ. അത് ബുദ്ധി. അല്ല, എന്നുവരെ ഇവിടെ കാണും? ഞാൻ ഈ സാധനം തീരുന്നത് വരെ ഇവിടെ കാണും. എടാ, നാണമില്ലടാ ഇറന്ന് കുടിക്കാനായിട്ട്. ഞാൻ ഇവരോടാ ചോദിച്ചത്. ഞങ്ങള് വന്ന ജോലി തീരുന്നത് വരെ. പറമ്പത്ത് രാജുവിനെ ഇറക്കണ കേസാണെങ്കിൽ അത് നടക്കില്ല. അതെന്താ? ഇയാളെ പോലെ നക്കാപ്പിച്ച വാങ്ങുന്ന ആളല്ല നമ്മുടെ SI. പിന്നെ ഒരു അബദ്ധം പറ്റി, കള്ളം കേസു ജയിലിൽ ചാടി. അത് ഈ ഉടക്കുകാരൻ. എന്നെ ഉടക്കേന്ന് വിളിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ എനിക്കൊരു അരിമ പേരിട്ടിട്ടുണ്ട്. അത് എന്നതാടാവേ? രവീന്ദ്രൻ. അങ്ങനെ ഓർത്തോർത്ത് വിളി. അത് പോട്ടെ. നിങ്ങളുടെ SI അത്രയ്ക്ക് സത്യസന്ധനാണെങ്കിൽ എന്തിനാ കള്ളക്കേസ് കുടിക്ക് പറമ്പത്ത് രാജുവിനെ എടുത്ത് അകത്തിട്ടത്? ചെറ്റേ, കള്ളക്കേസോ? ആര് പറഞ്ഞു? നല്ല പിടയ്ക്കുന്ന സാക്ഷിയും തെളിവുകളും ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചകത്തിട്ടേക്കണം. ഓ, എന്ത് തെളിവ്? എന്ത് സാക്ഷിയാ? ഞാൻ പറയട്ടാ? പറ. പോലീസുകാരെ കൊച്ചാക്കണ. 1 by 1 ആയിട്ട് പറ. പക്ഷെ 5 കൂടുതൽ പറയരുത്. നമ്പർ 1 പുഷ്പൻ. 1-ാം തരം ദൃക്സാക്ഷിയല്ലേ? അതെ അതെ. പിന്നെ 2 നമ്പർ 2. നമ്പർ 2 പോണ ആ പെണ്ണും പിള്ള നല്ല സാക്ഷിയല്ലേ? പിന്നെ നമ്പർ 3 പുഷ്പൻ എഴുതിയ കത്ത്. നല്ല തെളിവുകൾ തന്നെയാണ്. അതെ. എടാ ഉടക്കേ, നീ എന്തിനാടാ പോലീസിന്റെ തെളിവുകളൊക്കെ അവർക്ക് ചോർത്തി കൊടുത്തത്? ഇതെങ്ങാനും നമ്മുടെ SI അദ്ദേഹത്തിനെ ചവിട്ടി ചെന്നാലുണ്ടല്ലോ. സാക്ഷികളും തെളിവുകളൊക്കെ കോടതിയിൽ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ സാർ എന്ത് പിണ്ണാക്ക് ചെയ്യും? അല്ല, അതിപ്പോ കുപ്പി തെളിവും കൊണ്ടുപോയടാ. അപ്പൊ രാത്രി യാത്രയില്ല. അടുത്ത 1-ാം തീയതി കാണാം. പിന്നെ നീ ഇവിടെ കിടന്നോ? വിളിച്ചോ? വിളിച്ചില്ല. ചോദ്യമായിരിക്കും. ചെറ്റകളെ, എന്റെ കാലിൽ തന്നെ തുപ്പി. ആരാ? എന്താ വേണ്ടത്? നീ ആ കുമ്മത്ത് കൈമളുടെ മോളല്ലേ? അതെ. എന്താ ചിരിക്കുന്നേ? അല്ല, ഇപ്പൊ മോളെന്ത് സ്റ്റൈലായിട്ടാ 2 വീലറിൽ ഇരുന്ന് പോകുന്നത്?
ഇനി മുതൽ ആംബുലൻസിലും വീൽ ചെയറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചതാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? കള്ളക്കേസ് ഉണ്ടാക്കി ഒരാളെ അകത്ത് കിടത്തിയിട്ടില്ലേ നിന്റെ തന്ത? ഇനി ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ കേസിന്റെ പ്രോസിക്യൂട്ടറായി കള്ളസാക്ഷികളും തെളിവുകളും ഉണ്ടാക്കി പറമ്പത്ത് രാജുവിനെ ഇനിയും ജയിലിൽ തന്നെ കിടത്താനാണ് ഭാവമെങ്കിലേ എന്റെ മോൾ എഴയും. ഇങ്ങനെ ചെന്ന് നിന്റെ തന്തയോട് പറഞ്ഞു കൊടുത്തേക്ക്. വാടാ. അതെ, ഞങ്ങളൊക്കെ മഹാഗുണ്ടകളാ. ഇവിടെ കൂടെ നാടി വാങ്ങണമെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോ. വന്നത് പാർട്ടിക്കാരോ അനുഭാവികളോ അതോ കൊട്ടേഷൻകാരോ? അതൊന്നും എനിക്കറിയില്ല സാറേ. കണ്ടിട്ട് ചൊവ്വേന്നോ ബുധനീന്നോ വ്യാഴത്തീന്നോ ഏതായാലും ശനിപ്പഴകളാ. അച്ഛൻ എന്താ ആലോചിക്കണ്ടേ? വണ്ടി ഇറക്കാൻ പറയടോ. വണ്ടി മോള് വിഷമിക്കണ്ട, എല്ലാം പരിഹരിക്കപ്പെടും. പുഷ്പമാവനാ പറയുന്നത്. ചാടിക്കുത്തി ചവിട്ടുമലത്തി ഇടത്തുമാര് വലത്തടിച്ച് ഇരുന്ന് കുത്തി 2 പൊറോട്ട ഇറച്ചിയും കഴിച്ച് ഇതെല്ലാം ഞാൻ ഒന്ന് തീർക്കും. ഇതാണ് ചൊവ്വ. അപ്പൊ ഇതാരാ ബുധനോ? ഏയ് ചാളമണി. ഇതെല്ലാം ആണെങ്കിലും ഒക്കെ ശനിയാ, ശനിപ്പഴകളാ. ചാളമണി എന്നൊക്കെ കേട്ടപ്പോ ഏതാണ്ട് നെത്തോലി പോലെ ഇരിക്കുന്ന വിചാരിച്ച്. ഇവൻ ഭയങ്കര സൈസാണല്ലോ, തിമിങ്ങല മാതിരി ഉണ്ട്. പോവാം. ഏതായാലും വന്നു. 2 വാക്ക് പറഞ്ഞിട്ട് വേഗം പിരിയാ. അധികം കനം വേണ്ട, ലൈറ്റ് ആയിട്ട് മതി. എന്താ വേണ്ടേ? ഒരു പാവം പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയല്ല വീറ് കാണിക്കേണ്ടത്. ആണാണെ ആണിനോട് കാണിക്കേ. പേടിച്ച് ഭയന്നു പോയി. വിട്ടി അവൻ. ആര് പേടിച്ച്? ആരെ പേടിച്ച്? തന്നെയോ? ഞങ്ങള് ഗുണ്ടകളാണെന്ന് അറിയില്ലേ? പോയ ആളിനെ കുറിച്ച് വക്കീലിന് വല്ലതും അറിയോ? അറിയില്ല. എന്നാ തലസ്ഥാനത്ത് നിന്ന് അന്വേഷിച്ചു നോക്ക്. വരയ്ക്കും, കിടുകിടാന്ന് വരയ്ക്കും ആ പേര് കേട്ടാൽ. 9 കൊലക്കേസ്, 12 കത്തിക്കുത്ത്, 23 തല്ലുകേസ് ഇപ്പോഴും നിലവിലുണ്ട് പല സ്റ്റേഷനിലായി അണ്ണന്റെ പേരിൽ. മോനെ മൂപ്പിക്കല്ലേ, ഒരുപാട് മൂപ്പിക്കല്ലേ. വാഴക്കൊല കേസായിരിക്കും 9. എന്നാൽ ഒറിജിനൽ കൊലക്കേസുകൾ കൊള്ളാവുന്ന വക്കീലന്മാർ വാദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സുപ്രീം കോടതി വരെ. ഒന്ന് പോടാ ചക്ക. ഇനി റോഡിലൂടെ പോകുന്ന പിഞ്ച് പൈതങ്ങളെ തടഞ്ഞു നിർത്തി വരട്ടി എന്നറിഞ്ഞാൽ ഈ കൈമളുടെ തനി സ്വരൂപം താൻ കാണും. തടയും വരട്ടും തോന്നിയാൽ ആരെയും നമ്മൾ വരട്ടിയിരിക്കും. പേടിയുണ്ടെങ്കിൽ മോളെ വീടിനകത്ത് പൂട്ടിയിടുക. ഇല്ലെങ്കിൽ 144 പ്രഖ്യാപിക്കുമ്പോഴോ സൂര്യഗ്രഹണ സമയത്തോ പുറത്തിറക്കിയാൽ മതി. അന്നാകുമ്പോ റോഡിൽ ആരും കാണില്ലല്ലോ. പിന്നെ ചാലമണി ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. പറമ്പത്ത് രാജു എന്ന അകത്ത് കിടക്കുന്നവനെ പുറത്തിറക്കുമെന്ന് പറഞ്ഞാൽ ഇറക്കിയിരിക്കും. വക്കീലിന്റെ ഭൂതി അങ്ങ് മനസ്സിരിക്കട്ടെ. സമയം കളയാതെ കരുപ്പോടോ. എന്താണോ? അല്ല, ഞാനാണല്ലോ ചെയ്യേണ്ടത്. നടു വിളിക്ക്. വാ പോവാ.